അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നു, അഅജസൻ നാസി മൻ അജസ ഫിദ്ദുആഇ. മടിയന്മാരിൽ വെച്ച് ഏറ്റവും വലിയ മടിയൻ ആര് എന്ന് പറഞ്ഞാൽ ദ്വാർക്കുന്ന വിഷയത്തിൽ മടി കാണിക്കുന്നവനാണെന്ന് മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വളരെ ശ്രദ്ധേയമായ, നമ്മളെ നോക്കി മുത്തുനബി പറഞ്ഞതുപോലെയുണ്ട് ഈ ഹദീസ്. കാരണം അത്രമാത്രം മടിയന്മാരാണ് നമ്മൾ ദ്വാർക്കുന്ന വിഷയത്തിൽ. ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മൾക്ക് വേണ്ടി എത്രമാത്രം അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ഉപദേശമാണ്. നാം ചിലപ്പോൾ നല്ല നിലക്ക് നിസ്കരിക്കുന്നവരായിരിക്കാം, ദിക്റുകൾ ചൊല്ലുന്നവരായിരിക്കാം, ഖുർആൻ ഓതുന്നവരായിരിക്കാം. പക്ഷേ ഒന്ന് ആത്മാർത്ഥമായി ഒരു ചെറിയ സമയം റബ്ബിനോട് തുറന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം പറയാൻ നമുക്ക് എത്ര സമയമുണ്ട്? തീർച്ചയായും നാം അത് ചെയ്യുന്നില്ല. അതേ, ചിലപ്പോൾ ചില ദുആ മജ്ലിസുകളിൽ നാം പോയി എന്ന് വരാം, അല്ലെങ്കിൽ മറ്റൊരാൾ ദുആ ചെയ്യുമ്പോൾ നാം ആമീൻ എന്ന് പറഞ്ഞ് എന്ന് വരാം. അതെത്ര നേരം വേണമെങ്കിലും നാം ചിലപ്പോൾ ഇരുന്നു കൊടുക്കും. അതൊന്നും തെറ്റ് എന്നല്ല, അത് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മൾക്ക് വേണ്ടി മാത്രം നാം എത്ര ദ്വാർന്നിട്ടുണ്ട് എന്ന് നാം ഓർക്കണം. അതേ സമയത്ത് നാം ഒരു സ്ഥലത്ത് ദ്വാർക്കുകയാണെങ്കിൽ നമ്മുടെ ദ്വാ രണ്ടാൾക്കാർ കേൾക്കുന്നുണ്ട്, രണ്ടാൾക്കാർ ആമീൻ പറയാൻ ഉണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ പിന്നെ നമ്മുടെ ദ്വാക്ക് എന്തുമാത്രം ഇഖ്ലാസ് ഉണ്ടാകും, എന്തുമാത്രം ആത്മാർത്ഥത ഉണ്ടാകും. അതേ, എത്ര ദീർഘിച്ചു വേണ്ടെങ്കിലും എല്ലാ വിഷയങ്ങളും എടുത്ത് നമുക്ക് ദുആ ചെയ്യാൻ ആ സമയത്ത് നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം എന്തേ? അതേ, ആമീൻ പറയാൻ കേൾക്കാൻ രണ്ടാൾക്കാരുണ്ട് എന്നതുകൊണ്ടാണ്. അതേ സമയത്ത് അങ്ങനെ അത്ര നേരം ദീർഘതയോടുകൂടെ ദുആ ചെയ്ത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് റബ്ബിനോട് ഓരോരോ വിഷയം പറയാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അതേ, റബ്ബാണല്ലോ എല്ലാം. റബ്ബല്ലേ നമുക്കെല്ലാം തന്നത്. എല്ലാം പറയേണ്ടത് അവനോടല്ലേ. എന്തു പറഞ്ഞാലും ഉപകാരം കിട്ടുക അല്ലെങ്കിൽ ഫലമുണ്ടാവുക അത് റബ്ബിനോട് പറഞ്ഞിട്ട് മാത്രമല്ലേ. അത് ദുനിയാവിൻ്റെ കാര്യമാവട്ടെ, ആഖിറത്തിൻ്റെ കാര്യമാവട്ടെ, നമ്മുടെ ബിസിനസ്സിൻ്റെ വിഷയമാവട്ടെ, നമ്മുടെ കുടുംബ വിഷയമാവട്ടെ, നമ്മുടെ രോഗത്തിൻ്റെ വിഷയമാവട്ടെ, നമ്മുടെ കച്ചവടത്തിൻ്റെ വിഷയമാവട്ടെ, എന്തു വിഷയമാണെങ്കിലും എല്ലാം തീരുമാനിക്കുന്നവൻ, എല്ലാം വേണ്ടതുപോലെ കൊണ്ടുപോകുന്നവൻ, നിയന്ത്രിക്കുന്നവൻ അല്ലാഹു ആണല്ലോ. അപ്പോൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി മറ്റുള്ള എല്ലാ ഇബാദത്തുകളുണ്ടെങ്കിലും ദുആനേക്കാളും ഒരു ശ്രേഷ്ഠത മറ്റൊന്നില്ല. കാരണം അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കുകയാണ്, നേരിട്ട് അവനോട് നാം തുറന്നു പറയുകയാണ്. അത് വല്ലാത്തൊരു തൗഫീക്ക് തന്നെയാണ്, വല്ലാത്തൊരു തൗഫീക്ക് തന്നെയാണ്. പലപ്പോഴും നമുക്ക് ചില ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട്, റബ്ബിനോട് ചോദിക്കേണ്ടത് കേവലം സ്വർഗം, കേവലം നരകം മാത്രമാണ്. അത് മാത്രമല്ല, അത് ചോദിക്കണം, അത് അവനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ എല്ലാ ഓരോരോ വിഷയം അതെത്ര ചെറുതാണെങ്കിലും ഒക്കെയും തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ റബ്ബിനോടാണ് എല്ലാ കാര്യം തുറന്നു പറയണം. നമ്മുടെ ദുനിയാവിൻ്റെ എല്ലാ കാര്യവും, അതേ ആഖിറത്തിൻ്റെ എല്ലാ കാര്യം റബ്ബിനോട് തുറന്നു പറയണം. റബ്ബേ, അങ്ങനെ റബ്ബേ എന്ന് വിളിച്ചു, അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് റബ്ബിനോട് മനസ്സ് തുറന്ന് ഒന്ന് പറയാൻ നമ്മളെ കൊണ്ടൊന്ന് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ആ രസം, അതിൻ്റെ ആ ലസ്സത്ത് നമ്മളെ കൽബിൽ കിട്ടാത്തത് കൊണ്ടാണ്. തീർച്ചയായും നമുക്ക് അതിൻ്റെ ലസ്സത്ത് കിട്ടുകയാണെങ്കിൽ പിന്നെ നാം ഇരുന്ന് ദുആ ചെയ്യും, റബ്ബിനോട് ഇങ്ങനെ സംസാരിക്കും, റബ്ബിനോട് വേണ്ടതൊക്കെയും നാം ചോദിക്കും. അത് നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് ഏറ്റവും വലിയ
തൗഫീക്ക്, ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ തൗഫീക്ക് അത് തന്നെയാണ്. റബ്ബിനോട് തുറന്ന് പറയുക, റബ്ബിനോട് തുറന്ന് സംസാരിക്കുക, റബ്ബിനോട് തുറന്ന് ദുആ ചെയ്യുക, എല്ലവും റബ്ബിനോട് ചോദിക്കുക. അത് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. മറ്റുള്ള ഇബാദത്ത് പലപ്പോഴും നാം ചെയ്തു എന്നാൽ പോലും ഒന്ന് കൈവരുത്തി, ഇങ്ങനെ ഒന്ന് കൈവരുത്തി കുറച്ച് സമയം ആവുമ്പോഴേക്ക് നാം മടിയന്മാരാവുകയാണ്, പെട്ടെന്ന് ആ ദുആ നിർത്തുകയാണ്. അങ്ങനെ ആയിപ്പോകരുത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ വാക്ക് എത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയമാണ്. അതേ മടിയന്മാരിൽ വെച്ച് ഏറ്റവും വലിയ മടിയനാണ്. അതേ ദുആ എന്ന വിഷയത്തിൽ, ദ്വാരക്കുന്ന വിഷയത്തിൽ മടി കാണിക്കുന്നവർ. ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴേക്ക് നാം മറ്റുള്ളവരോട് ദുആ ചെയ്യാൻ പറയുന്നു. അതേ ചിലപ്പോൾ നമ്മുടെ രോഗം ശിഫയാകാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയോ ചിലപ്പോൾ നാം മറ്റുള്ളവരോട് ദുആ വസിയത്ത് ചെയ്യുന്നു. എനിക്കങ്ങനെ ആ വിഷയത്തിൽ ദുആ ചെയ്യണം, ഈ വിഷയത്തിൽ ദുആ ചെയ്യണം. അങ്ങനെ പല വിഷയത്തിൽ മറ്റുള്ളവരോട് നാം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യുന്നു. അത് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്ക്, മറ്റുള്ളവരോട് നാം ദുആ വസിയത്ത് ചെയ്യുന്ന നമ്മൾക്ക് വേണ്ടി എത്രമാത്രം ആ വിഷയത്തിൽ ദുആ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം റബ്ബിനോട് ആ വിഷയത്തിനെ കുറിച്ച് നാം ചോദിച്ചിട്ടുണ്ട് എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കുക. അതാണ് ഏറ്റവും വലിയ മടിയൻ. ദുആ ചെയ്യുന്ന വിഷയത്തിൽ മടിയനാണെന്ന് മുത്തുനബി പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് ഒരിക്കൽ പോലും നാം അത്തരത്തുള്ള മടിയന്മാർ ആയിപ്പോകരുത്. അതേ ദിവസത്തിൽ ഒരു ചെറിയ സമയമെങ്കിൽ, അത് ഏത് സമയമാവട്ടെ, ചിലപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ തഹജ്ജുദിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ളുഹാൻ്റെ സമയത്ത്, അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, ഏത് സമയമാവട്ടെ അതിന് വേണ്ടി ഒരു ദിവസം നാം സമയം കണ്ടെത്തണം. അത് ചെറിയ സമയമാണെങ്കിലും ശരി, ഒന്ന് മനസ്സ് തുറന്ന് നമുക്ക് ധാരാളം റബ്ബിനോട് ചോദിക്കാനില്ലേ? പലതും അള്ളാഹു നമുക്ക് സാധിപ്പിച്ച് തരേണ്ടതില്ലേ? ഒന്ന് എല്ലാ ദിവസം റബ്ബിനോട് സമയം കണ്ടെത്തി ചോദിക്കുന്നവരാകണം, സംസാരിക്കുന്നവരാകണം. അതാണ് വലിയ തൗഫീക്ക്, അള്ളാഹു നൽകുന്ന വലിയൊരു തൗഫീക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വലിയ തൗഫീക്ക് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.